ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞായറാഴ്ചയായിട്ട് ചിക്കനും മട്ടനും ഒന്നും ഇല്ല കേട്ടോ. അതിന് പകരമായിട്ട് നമുക്ക് മുട്ട വയ്ക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ചെറിയ ജീരകം ഇട്ട് കൊടുത്ത് വലിയുള്ളി ഉണ്ടല്ലോ അത് പൊടിയായി കട്ട് ചെയ്ത് അതും ഒരു 4-5 വലിയുള്ളി ഉണ്ട് അതും ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയതിന് ശേഷം 2 പച്ചമുളക്. അധികം എരിവൊന്നും ഇവിടെ ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ടാണ്. പിന്നെ പട്ട, ഗ്രാമ്പ്, ഏലക്കായ് അത് അരച്ച ആ പേസ്റ്റ് ഉണ്ടല്ലോ അതൊരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലോട്ട് പൊടികൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ലേശം ഗരം മസാലപ്പൊടിയും കുരുമുളകിൻ്റെ പൊടിയും ഉപ്പും ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക. ആ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു 2 തക്കാളി അരച്ചത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു 3 തക്കാളിയും കൂടെ ഇതിന് ആവശ്യമുണ്ട് കേട്ടോ. അത് നമ്മൾ നല്ല പൊടിയായിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് അതും ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായി വഴറ്റിയെടുക്കുക കേട്ടോ. ആ തക്കാളിയൊക്കെ വെന്ത് വരാൻ വേണ്ടിയിട്ട് നമ്മളിതിനെ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അടച്ച് വയ്ക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ. അത് കണ്ടില്ലേ, നന്നായി അതൊക്കെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കണം. ആ തക്കാളി അരച്ചില്ലേ ആ മിക്സി ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് ഒഴിച്ച് കൊടുത്താണ് കേട്ടോ ഇതിലോട്ട്. പിന്നെ കുറച്ചുകൂടെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒന്നുകൂടെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം അപ്പം തന്നെ നമുക്ക് ഈ മുട്ടയുണ്ടല്ലോ, വേവിച്ച് വെച്ച മുട്ട അത് ഓരോ വരയായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഈ കറിയിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം തന്നെ എരിവ്, ഉപ്പ്, പുളിയൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി അടച്ച് വെക്കുക. അടച്ച് വെച്ചിട്ട് ഇതാ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. കരണ്ടി കൊണ്ട് വെറുതെ ഒന്ന് മിക്സ് ചെയ്താണ്. ഒരുപാട് നേരം ഇട്ട് ഇളക്കി പറഞ്ഞാൽ ഉടഞ്ഞു പോകില്ല. അതാണ്ടില്ലേ, ഗ്രേവിയൊക്കെ നല്ല തെളിഞ്ഞ് സൂപ്പറായി വന്നിട്ടുണ്ട്. ലേശം മല്ലിയിലയും കരിവേപ്പിൻ്റെ ഇലയും മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ഗ്രേവി ഇറക്കാവുന്നതാണ്. കാലത്ത് ഇഡ്ഡലിക്ക് ഇത് മല്ലിയില കയ്യിലുണ്ടായിരുന്നു, അതാണ് ഞാൻ അതിലിട്ട് കൊടുത്തിട്ടോ. കാലത്ത് ഇഡ്ഡലി, ദോശ, ചപ്പാത്തി, പൊറോട്ട എന്തിനു വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം. പിന്നെ ചോറ്റിനും സൂപ്പർ ടേസ്റ്റ് ഉണ്ടാകും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബായ്.